ഹലോ ഗൈസ്, എന്നോട് വിശേഷം. എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ ഇവിടെയാണെങ്കിൽ അപ്പായും അമ്മയും ചേട്ടായും അനിയത്തിയും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കുഞ്ഞാവിനെ കാണാൻ പറ്റിയതിലും ഒത്തിരി സംസാരിച്ചൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ദൈവത്തിന് ഒരുപാട് നന്ദി ഇവിടെ വരാൻ പറ്റിയതിൽ. അപ്പൊ നമ്മൾ ഇന്നാണെങ്കിൽ പോർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പോർക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ചേട്ടായി ആണെങ്കിൽ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ പോർക്ക് വരട്ടിയത് കഴിച്ചിട്ടില്ല. അയർലൻഡിൽ വെച്ചിട്ട് അപ്പായ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പായ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ നീ ചേട്ടായിക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പൊ ഇന്ന് നമ്മളുടെ ദിവസമാണ്. അപ്പൊ ഞാനാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് പോയാലോ. ഞാൻ ആക്ച്വലി പോർക്ക് വരട്ടിയത് ഉണ്ടാക്കി കഴിഞ്ഞു. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഉണ്ടാക്കുന്ന സമയത്ത്. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ്. കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, പക്ഷേ എനിക്കിത് ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നുള്ള കാര്യം പഠിച്ചത്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും വേറൊരാൾക്കാണ്. അതെന്തായാലും ഇത് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ചേട്ടൻ എന്താ പറയണമെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇത് ആരുടെ റെസിപ്പിയാണെന്നുള്ളത്. ഇത് നല്ല ടെംപ്റ്റിംഗ് ആണ്, കണ്ടില്ലേ? കണ്ടാൽ തന്നെ നമുക്കിങ്ങനെ പെറുക്കിയെടുത്ത് കഴിക്കാൻ തോന്നും. നല്ല അലുവ കഷ്ണം പോലത്തെ പോർക്കിൻ്റെ പീസാണ്. എന്തായാലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണൊരു വിശ്വാസം. ഇനി എന്തായാലും ചേട്ടായിക്ക് കൊടുക്കണം ട്രൈ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ചേട്ടായിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ആളിതുവരെ കഴിച്ചിട്ടില്ല ഞാൻ ഉണ്ടാക്കിയത്. എനിക്കാണെങ്കിൽ നാട്ടിൽ വന്നതിന് ശേഷം ഭയങ്കര കോൾഡൊക്കെ ആയി, അലർജി കൂടി, ശ്വാസം മുട്ടലൊക്കെ വന്നു. അപ്പൊ എന്റെ സ്മെല്ലിംഗ് കപ്പാസിറ്റി ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലാണ് പോർക്ക് വരട്ടിയത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇതേ നമുക്കാണെങ്കിൽ ബീഫും അതുപോലെ തന്നെ പോർക്കും പിന്നെ അച്ചിങ്ങയാണുള്ളത്. അപ്പൊ നമുക്ക് ചേട്ടായിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അങ്ങനെയാണെന്നാ? സീരിയസ്ലി കൊള്ളാവോ? ആണോ? അണ്ണം കഴിച്ചിട്ടില്ലല്ലോ നേരത്തെ ഞാൻ ഉണ്ടാക്കിയിട്ട്. ആദ്യം കഴിക്കുമല്ലേ? ആക്ച്വലി ഇതിനു മുന്നേ നമ്മുടെ അപ്പ ഉണ്ടാക്കി പാളിപ്പോയ സൈറ്റാണ്. അപ്പൊ നമ്മള് ചേച്ചി ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചേക്കുന്നത്. പക്ഷെ ഇത് സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു റെസിപ്പിയുടെ ക്രെഡിറ്റ് എനിക്കല്ല. കാരണം ഇത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ്. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഒരു ദിവസം ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഉണ്ടാക്കുന്ന പോലെ പോർക്ക് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ച അമ്മയുടെ നിന്ന് പഠിച്ചെടുത്ത റെസിപ്പിയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോഴൊക്കെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അത് മാത്രമല്ല, ഞാനാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫൊക്കെ ട്രൈ ചെയ്യാറുണ്ട് റെസിപ്പീസ്. അപ്പം അവരിങ്ങനെ ട്രൈ ചെയ്തിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മലയാളി പയ്യൻ റെസിപ്പി ചോദിച്ച് പഠിച്ചിട്ട് വീട്ടിൽ പോയി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്തായാലും അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സൂപ്പർ യമ്മി റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പൊ ഗൈസ്, ഞാനാണെങ്കിൽ കുറെ നാൾക്ക് ശേഷം അപ്പ ഉണ്ടാക്കിയ ബീഫും അതുപോലെ തന്നെ അമ്മ ഉണ്ടാക്കിയ അച്ചിങ്ങയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. ബീഫ് എന്റെ ഫേവറേറ്റ് ആണ്. നമ്മുടെ വീഡിയോസ് ഒക്കെ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ വീട്ടിൽ വന്നിട്ട് ഈ ഫുഡ് കഴിക്കുമ്പോൾ ഒരു വികാരം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത വികാരം തന്നെയാണ്. കാരണം അയർലൻഡിൽ ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ഉണ്ടാക്കി, ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പാരൻസ് വെച്ചുണ്ടാക്കി തരുമ്പോൾ കിട്ടുന്ന ഒരു രുചിയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ ഫേസിൽ നിന്നത് വായിച്ചെടുക്കാൻ പറ്റും. അപ്പായും അമ്മയും ചേട്ടായി അനിയത്തിയായിട്ട് കാര്യമായിട്ട് ഡിസ്കഷനാണ്. വാവേനെ എടുത്തിരിക്കുന്ന അനിയത്തിയാണ്. അവള് കാര്യമായിട്ട് വാവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ല ഡെക്കറേഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചേട്ടായുടെ വകയാണ് കേട്ടോ, ലൈറ്റ് അറേഞ്ച്മെന്റ്സ്. ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി എനിക്ക് നാട്ടിൽ ക്രിസ്മസ് ഇനി കൂടാൻ പറ്റുമോ അറിയത്തില്ല. കാരണം ഇതിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് മെറ്റേണിറ്റി ലീവൊക്കെ ആയതുകൊണ്ട് നമുക്ക് നാട്ടിൽ പോരാൻ പറ്റിയതാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലീവില്ല, ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ ക്രിസ്മസ് ടൈമിൽ ലൈഫിൽ ഇനി എപ്പോഴെങ്കിലും വരാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ദൈവം അനുവദിക്കണം. എന്തായാലും ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നാട്ടിൽ കൂടാൻ പറ്റി ദൈവത്തിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ വാവയുടെ ബാപ്റ്റിസം കൂടെ ഉണ്ട്. എൻ്റെ പാരൻസ് ഓൾറെഡി അയർലൻഡ് വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും ഹസ്ബൻഡിന്റെ പാരൻസും അതുപോലെ തന്നെ കസിൻസ് ഒന്നും വാവിനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ല ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു വാവിനെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ക്രിസ്മസ് കൂടാൻ പറ്റിയതിൽ ഒത്തിരി നന്ദി ദൈവത്തിന്. അതുപോലെ തന്നെ പാരൻസിന്റെ കൂടെയും ചേട്ടായുടെ അനിയത്തിയുടെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് നന്ദി. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന നേരത്തെ ആയിരിക്കത്തില്ലല്ലോ നമുക്ക് ലൈഫിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലൊന്നും അല്ല എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ദൈവത്തിന്റെ കാര്യങ്ങളിലാണ്. പുള്ളിക്കാരൻ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ക്രമീകരിക്കാറുണ്ട്, ഒന്നിനും പരാതി കൊടുക്കാണ്ട് തന്നെ. ഒരു കാര്യം പോലും പ്രാർത്ഥിച്ച് ചോദിച്ച് മേടിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നത് എൻ്റെ അപ്പനാണ്. അപ്പോൾ എൻ്റെ അപ്പൻ അറിയാലോ എനിക്ക് ഏതാ നല്ലതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ ഞാൻ ചോദിക്കാണ്ട് തന്നെ എൻ്റെ ലൈഫിൽ സംഭവിക്കാറുണ്ട്. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ തമ്പുരാനോട് അത്ര ക്ലോസ് ആയിട്ടുള്ളൊരു ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നനച്ചിരിക്കാത്ത നേരത്ത് വന്നു ചേരും. നമുക്ക് വേണ്ടത് അപ്പനോടുള്ള ബോണ്ടാണ്, ദൈവത്തോട്. ശരിയല്ലേ? അപ്പൊ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാൻ ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചുപിടിക്കുക. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് സനു സൈൻ ഓഫ്.